നമസ്കാരം. അടുക്കളയിൽ ഉപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത്. ഉപ്പ് നമ്മൾ ഏതൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴും അത് ഒരു കാരണവശാലും താഴെ വീഴാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഉപ്പ് താഴെ വീഴാനിടയായാൽ അത് കടുത്ത ശുക്രദോഷത്തിന് കാരണമാവുകയും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കാൻ യോഗം ഉണ്ടാവുകയുമാണ്. അതിനാൽ ഉപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക. അതുപോലെ ഉപ്പ് ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം ആർക്കും കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വാങ്ങിക്കുമ്പോൾ, അതായത് കടയിൽ നിന്ന് ഉപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു കാരണവശാലും ഉപ്പ് കടമായി വാങ്ങിക്കാൻ പാടുള്ളതല്ല. കാശ് കൊടുത്തു വേണം ഉപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ. അങ്ങനെ പണം കൊടുക്കാതെ വാങ്ങിക്കുന്ന ഉപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഉപ്പ് വാങ്ങിക്കുന്നവരുടെ ദോഷം നമ്മളിലേക്ക് വന്നു ഭവിക്കുന്നതാണ്. അതിനാൽ പണം കൊടുത്തു മാത്രം ഉപ്പ് വാങ്ങുക. അതുപോലെ തന്നെ കണ്ണേറ്, പ്രാക്ക് പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു പിടി ഉപ്പെടുത്ത് 3 പ്രാവശ്യം തലക്കുഴിഞ്ഞ് വെള്ളത്തിൽ അലിയിപ്പിച്ച് കളയുക. ഇത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. കൂടാതെ മറ്റുള്ളവർക്കും, വീട്ടിലെ മറ്റംഗങ്ങൾക്കും നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന അത്തരത്തിൽ കണ്ണേറ്, പ്രാക്ക് മൂലമുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ കൈകാൽ തളർച്ച തുടങ്ങിയ ക്ഷീണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് വിട്ടുപോകുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മുഖേന നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും ചെയ്യുന്നു.